ഹേ ഗായ്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ +2 പഠിച്ച് കഴിഞ്ഞു സംതിങ് എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് എടുക്കണോ വേണ്ടയോ, എവിടെ എടുക്കും, ഏത് ഏജൻസി ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള കൺഫ്യൂഷനിലാണ്. അതിനെപ്പറ്റി ഒരു ഇത് പറയുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ റിപ്ലൈ ചെയ്യാമായിരുന്നു എനിക്ക് വേണമെങ്കിൽ. പക്ഷേ ഞാൻ ഓർത്തപ്പം ഇനി അങ്ങനത്തെ കുറേ ഇത് വരും, കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ബെറ്റർ നമുക്ക് യൂട്യൂബിൽ റിപ്ലൈ തരുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ആൻഡ് നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് പിള്ളേർ 10, +1, +2 ഒക്കെ കഴിയുമ്പോൾ തന്നെ വെളിയിൽ പോകണം എന്നുള്ളൊരു ചിന്തയുള്ള കുട്ടികളാണ്. നല്ല കാര്യം. അപ്പോൾ ഒരു ചിന്ത വരുന്നത് നല്ല കാര്യമുണ്ട്. വെളിയിൽ പോകുന്നത് നല്ല കാര്യം എന്ന് മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇനി അതിൻ്റെ അടിയിൽ കമൻറ്റ് വരും, നാട്ടിലെന്താ കൊള്ളില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ജർമ്മനി, ഓസ്ട്രേലിയ, അല്ലെങ്കിൽ അമേരിക്ക, ബ്ലാ 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 ബ്ലാ, UK, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്ത് ചൂസ് ചെയ്യണം. പക്ഷേ പൊതുവേ ഫിനാൻഷ്യലി അത്ര ഇതില്ലാത്ത പിള്ളേർ, ഫിനാൻഷ്യലി ഒത്തിരി എമൗണ്ട് എടുക്കാനില്ല, ഒത്തിരി ബ്ലോക്ക് കാണിക്കാനില്ല, ലോൺ എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ സാഹചര്യത്തിലുള്ള പിള്ളേർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം ഫ്രീ എഡ്യൂക്കേഷനാണ്, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് ചുമ്മാ പൈസ കിട്ടുന്നതല്ല, അതിപ്പോഴും കുറേ പേർക്ക് ഡൗട്ടുണ്ട്. നമ്മളിവിടെ പട്ടിപ്പണി എടുത്തിട്ട് തന്നെയാണ് നമുക്കിവിടെ ആ ഒരു എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അത് ചുമ്മാ കിട്ടുന്ന പൈസയല്ല കേട്ടോ. അതിൻ്റെ പേരിൽ കുറേ റൂമറൊക്കെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ചുമ്മാ പൈസ അങ്ങനെ തരത്തൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാ, പോയ കഷ്ടപ്പാടാണ്, നമുക്ക് പൈസ കിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്ന പിള്ളേരുണ്ട്. പൈസയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ഏകദേശം തീരാറാവുന്നു. എനിക്ക് ഇതുവരെ ഒരു മാസം പോലും എമൗണ്ട് മുടങ്ങിയിട്ടില്ല. കൂട്ടി കിട്ടാറുണ്ട്, കുറഞ്ഞ് കിട്ടാറുണ്ട്. നമ്മൾക്ക് പണിയുള്ള ദിവസം, സ്കൂളുള്ള ദിവസം എനിക്ക് എൻ്റെ തരുന്ന ആൾക്കാർ അത് വെച്ചിട്ട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ പലർക്കും പല രീതിയിലാണ് പേ ഔട്ടും വരുന്നത്. എല്ലാവർക്കും ഒരുപോലെ അല്ല, ഒരു എമൗണ്ടും അല്ല കിട്ടുന്നത് ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ജർമ്മനി ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഒരു ഏജൻസീനെ അല്ല. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിന് ഓക്കെ കൺസൾട്ടിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഏജൻസീസിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അവരെപ്പോഴും അവരുടെ ഒരു സൈഡ് മാത്രമാണ് പറയുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്തൊരു കൊച്ചു വന്നിട്ട് ഞാൻ മാസ്റ്റേഴ്സിൽ അത് എടുക്കട്ടെയും ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു വിടും. അല്ല FSC ഹൗസ് ബിൽഡിംഗ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് FSC പറയുള്ളൂ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ FSC ഉള്ളൊരു ഇത് മാത്രമാണ് കൊടുക്കുള്ളൂ. എന്ന് വെച്ച് നേരെ മറിച്ച് ഡയറക്റ്റ് ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നത് തെറ്റെന്നല്ല. ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് നമുക്ക് FSC എടുക്കാം എന്ന് മാത്രമാണ് അതിൻ്റെ അകത്ത് മീൻ ചെയ്യുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഏജൻസിയിൽ പോവുകയാണെങ്കിൽ അവർ പറയാം, അവർ ചെയ്തു കൊടുക്കുന്ന കോഴ്സസ് ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് ഓക്കെ ഇതായിരിക്കും നല്ലത്, ഇതാണ് നല്ലത്, ബാക്കിയുള്ളതിനെല്ലാം അടിച്ച് താഴ്ത്തിയായിരിക്കും സംസാരിക്കുക. എല്ലാ ഏജൻസികളും അല്ല, ഒരു ഭൂരിഭാഗം 99% ഏജൻസികളും നാട്ടിൽ ഇങ്ങനെയാണ്. ഞാനും കുറേ അടുത്ത് വിളിച്ച് നോക്കിയിട്ടുള്ളതാണ് എനിക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും. അപ്പം എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ പ്ലാൻ ഇടുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ഏജൻസി വിളിച്ച് ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്ന് അവരുടെ സജഷൻ ചോദിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സെൽഫിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇവിടെ ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എന്താ ഞാൻ തുടർന്ന് പഠിക്കണ്ടേ, അതെടുത്തിട്ട് എനിക്ക് ഉപകാരം ഉണ്ടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. അതിന് വേണ്ടി ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാമല്ലോ. ഇഷ്ടംപോലെ റീൽസിൽ നിങ്ങൾക്ക് കുറേ പേര് ഇവിടെ അറിയായിരിക്കും. അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കോഴ്സ് കണ്ടുപിടിച്ചു, എന്നാലും നിങ്ങൾ അത്ര ഉറപ്പല്ല, ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുക. നിങ്ങൾക്ക് 2, 3, 4 കോഴ്സ് നിങ്ങളുടെ തലയിലുണ്ട്. അപ്പോഴും അതിന് ലാംഗ്വേജ് മസ്റ്റാണ്. മറ്റൊരു രാജ്യത്തിലേക്ക് പഠിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വരുമ്പോൾ ലാംഗ്വേജ് എന്നുള്ളൊരു ബാരിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് പോവാം. അപ്പോൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് കുറേ പേർക്കുണ്ട്. ഓൺലൈൻ പഠിച്ചാൽ തെറ്റാണ്, ഓഫ്ലൈൻ പഠിച്ചാൽ മാത്രമേ നല്ലുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഇപ്പോഴും കുറേ പൊട്ടന്മാരുണ്ട്. അത് വേറൊരു കേസ്. പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ ചെറുക്കന്മാരെ മാത്രമല്ല ഉദ്ദേശിച്ചത്, പെണ്ണുങ്ങളെ ആണുങ്ങളെ കൂടെ കൂടിയായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ ഓൺലൈൻ പഠിച്ചിട്ടാണ് ഇവിടം വരെ ഞാൻ എത്തി നിൽക്കുന്നത്. അത് ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യമല്ല ഓൺലൈൻ പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളും ഇതും അനുസരിച്ച് നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പഠിക്കാം. പഠിക്കുന്ന പിള്ളേർ എവിടെ പോയാലും പഠിക്കുമെന്ന് കേട്ടിട്ടില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഉമ്മച്ചി പറയായിരുന്നു, ഞാൻ CBSE പഠിച്ചത്, സ്റ്റേറ്റിലേക്ക് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും CBSE പഠിക്കുന്നത് നല്ലതെന്നുള്ള രീതിയിൽ പറയുമ്പോഴേ, പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ എവിടെ പോയാലും പഠിക്കും. ഇപ്പോൾ എത്ര അലമ്പുള്ള സ്ഥലത്തും പോയാലും ഇപ്പോൾ നമുക്ക് ഷുഗർ കട്ടാണ്, കൂട്ടുകാരെല്ലാവരും ഇത് കഴിക്കുകയാണ്, കേക്ക് കഴിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അത് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ജിമ്മിൽ പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഷുഗർ കട്ടാണ്, ഫ്രണ്ട്സ് എല്ലാവരും ഷുഗർ കഴിക്കുകയാണ്, കേക്ക് കഴിക്കുകയാണ്. അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ കഴിക്കും, വേണ്ട എന്നുണ്ടെങ്കിൽ അവൻ കഴിക്കില്ല. അത്രേ ഉള്ളൂ. നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് വേണോ നമുക്ക് വേണ്ടയോ എന്നുള്ളൊരു കേസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഫസ്റ്റ്ലി എവിടെ പോകണം, എവിടെ ഞാൻ പഠിക്കണം എന്ന് ആലോചിക്കുക. ആൻഡ് നിങ്ങൾക്കിപ്പോൾ +1 +2 കൂടെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല, കാരണം ടൈം നിങ്ങൾക്ക് ലാഭിക്കാം. ഈ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില പിള്ളേർ ഓർത്തുകൊണ്ടിരിക്കുന്നത് അത് എന്താ പറയുക വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ്.
എപ്പോഴും എനിക്ക് മെസ്സേജ് വരും, ഞാൻ +2 കഴിഞ്ഞിട്ട് 2 വർഷമായി ചേച്ചി, ഞാൻ അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തോളം ലാംഗ്വേജ് പഠിച്ചു, അത് കഴിഞ്ഞ് ഇപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഇതുവരെ എനിക്ക് ഒന്നും ആയിട്ടില്ല, എൻ്റെ 2 കൊല്ലം പോയി. എനിക്ക് മനസ്സിലാവാറില്ല എപ്പോഴും എങ്ങനെയാണ് ആ 2 കൊല്ലം പോയതെന്നുള്ളത്. നിങ്ങളവിടെ ഒരു കാര്യം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്ത് നിൽക്കുമായിരുന്നു, നിങ്ങളൊരു കാര്യം പഠിക്കുമായിരുന്നു. അത് നിങ്ങൾ ഒരു കൊല്ലം പോയതല്ല ഒരിക്കലും. ആൻഡ് അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാമിന് ട്രൈ ചെയ്തു, ചിലപ്പം ഡേറ്റ് കിട്ടാൻ പാടായിരിക്കും, പാസ്സാവാൻ പാടായിരിക്കും, വിച്ച് മീൻസ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെന്നല്ല. നീറ്റ് എഴുതി എന്തോരം പിള്ളേർ കഷ്ടപ്പെടുന്നു. അപ്പോൾ അവരുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പഠിക്കണം, ഈ ജർമ്മൻ ലാംഗ്വേജിന് അത്രയും പഠിക്കേണ്ടവരില്ലായിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ഡോക്ടർ ആവണമെങ്കിൽ എന്തോരം കഷ്ടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളതുണ്ട്. നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ 1 വർഷം പോവാണ് 2 വർഷം പോവാണെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും പ്രായം കൂടിയൊരു ചേച്ചിക്ക് 55-56 വയസ്സും കണ്ടുണ്ട്. സോ അതവിടെ പ്രശ്നമല്ല, ഇവിടെ അതൊരു പ്രശ്നമേ അല്ല. ലാംഗ്വേജിൻ്റെ ഒരു കേസ്, ലാംഗ്വേജ് പോയിട്ട് ഏജിൻ്റെ ഒരു കേസ്. പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിസേൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് 22-23 വയസ്സുള്ള പിള്ളേർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ കൂടുതൽ ഒരു 27, 28, 29, 30 വരുമ്പോഴാണ് എന്താണ് ഇത്രയും ഗ്യാപ്പ് വന്നത് എന്നുള്ളൊരു ചിന്ത അവിടെ വരുള്ളൂ, ചോദ്യം അവിടെ വരുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ ലാംഗ്വേജ് പഠിക്കാൻ പോകാം, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, നിങ്ങളുടെ ചോയ്സ് പോലെ നിങ്ങൾക്ക് എടുക്കുക. അത് പറഞ്ഞു തരാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ ഓൺലൈൻ പഠിച്ച ആളാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം, ഓൺലൈൻ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം. എൻ്റെ ഒരു സജഷൻ ഗോയിത്തി തന്നെ ആയിരിക്കും. കാരണം മോസ്റ്റ് ഓഫ് ഏജൻസീസും ഇപ്പം നാട്ടിൽ പിള്ളേർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതായത് പഠിച്ച് B2 പഠിച്ചിറങ്ങിയ പിള്ളേർ ചിലപ്പോൾ പാസ്സാവാത്തവരായിരിക്കാം, എക്സാമിന് ട്രൈ ചെയ്യുന്നവരായിരിക്കാം, അവർ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ, പറഞ്ഞുതരാം, കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എന്തിനാണ് ജർമ്മൻ പഠിക്കുന്നത്? ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം നാട്ടിൽ ജർമ്മൻ പഠിച്ച് ഓരോ ഏജൻസീസിൽ പിള്ളേർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. വിച്ച് മീൻസ് ആ പിള്ളേർ ഒന്നില്ലെങ്കിൽ B2 പാസ്സായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ B2 പാസ്സായിട്ടുള്ള പിള്ളേർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ലാംഗ്വേജ് ലെവൽ എത്ര ഉണ്ടാവും? അത്ര ഉണ്ടാവുള്ളൂ. അവർക്ക് ആ ഒരു ലെവലിൽ പറഞ്ഞു തരാൻ മാത്രമേ അറിയുള്ളൂ. അതായത് അവരുടെ പൂർവികർ അവർക്ക് പറഞ്ഞു കൊടുത്തത് മാത്രമേ അവർക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് നിങ്ങൾ ഗോയിത്തെ പോയി പഠിക്കാനുള്ള ഒരു പ്ലസ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഇതിനു വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കണം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. സോ അവർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ സംതിങ് എന്തെങ്കിലും കിട്ടും. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ക്ലാസ്സിൽ നമുക്കൊരു ഫ്രണ്ട് പറഞ്ഞു തരുന്നതും ഒരു ടീച്ചർ പറഞ്ഞു തരുന്നതും വ്യത്യാസമുണ്ട്. മേ ബി ഫ്രണ്ട് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഈസിലി മനസ്സിലായേക്കാം, പക്ഷേ ഒരു ടീച്ചറിന് മാത്രമായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ നോളജ് അറിയാത്തുള്ളൂ. നോളജിലും നമുക്ക് മനസ്സിലാവുന്നതിലും രണ്ടും വ്യത്യാസമുണ്ട്. നമുക്ക് ആ നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയാണ്. അല്ലെങ്കിൽ മാത്സ് ഒരു ഫ്രണ്ട് ഈസിലി പറഞ്ഞു തന്നൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞ് അവർക്കൊരു ലാംഗ്വേജ് നമ്മളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പ്രിഫർ ചെയ്യുക ഗോയിത്തെ ആയിരിക്കും. ഗോയിത്തയിൽ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാം, ഈസിലി ജോയിൻ ചെയ്യാം. ആൻഡ് എമൗണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും സാധാ ഏജൻസികളെ വെച്ചിട്ട്. അത് ഒരു ഫാക്റ്റാക്കി എടുക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നല്ല സ്ഥലത്ത് പഠിക്കുക, നല്ല എഡ്യൂക്കേഷൻ എടുക്കുക എന്നുള്ളൊരു ഇത് നോക്കുക. പിന്നെ അതല്ല നിങ്ങൾക്ക് ഏജൻസി പോകണമെന്നാണെങ്കിൽ എനിക്ക് നല്ലൊരു ഏജൻസി പറഞ്ഞുതരാൻ അറിയത്തില്ല എവിടെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു, ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നിലവിൽ ഞാൻ എടുത്ത് കൊടുക്കുന്നുമില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ B2 വരെ പഠിക്കുന്ന ടൈം പീരീഡ് ഉണ്ട്. മേ ബി ഒരു 1 ഇയർ അതിൻ്റെ ഗ്യാപ്പ് എടുക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്കൊരു കുറേ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഓക്കെ ഇത് എടുക്കണോ ഞാൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതല്ലാണ്ട് തീരുമാനിച്ചിട്ട് നിങ്ങൾ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് തീരുമാനിക്കാം. അപ്പോൾ അതൊരു പ്ലസ് സൈഡ് ആണെങ്കിൽ അതല്ല നിങ്ങളുടെ സമയം അവിടെ ലാഭിക്കുക. അപ്പോൾ ഇൻ കേസ് നിങ്ങളിപ്പോൾ A2 വരെ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കുകയാണ് എന്നാൽ ഞാൻ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ പോകാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വന്നാലും ഒരു ഐഡിയ ഉണ്ടാവണം, ലൈക്ക് ഏത് ചൂസ് ചെയ്ത് പോകണം എന്നുള്ളത്. ഇപ്പം ഞാൻ ഹൗസ് ബിൽഡിങ് ചൂസ് ചെയ്യാൻ വേണ്ടിയിരുന്നു, ഞാൻ B2 വരെ പഠിക്കാൻ വേണ്ടിയിരുന്നതാണ്. A2 ആയ ടൈമിൽ ഞാൻ ഓക്കെ FSCOT ചൂസ് ചെയ്തിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനം വന്നിട്ടാണ് ഞാൻ FSCOTന് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങിയത്. ആ ടൈമിൽ ഞാൻ B1 B2 കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു. ആ കൂടെ FSCOTന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായ പ്ലസ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടോടെ മിക്സ് അടിച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് സമയം ലാഭമായി. അപ്പം ലൈക്ക് +2ൻ്റെയും +1ൻ്റെയും കൂടെയാണല്ലോ ഞാൻ പഠിച്ചത്, അതും എനിക്ക് സമയം ലാഭമായി. അതുകൊണ്ടാണ് എനിക്ക് വേഗം കയറി വരാൻ പറ്റിയത്. നിങ്ങൾക്കിപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാൻ നിങ്ങൾക്ക് പിന്നെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. അങ്ങനെ കയറി വന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ട്, കയറി വരാത്തവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 2 സൈഡുണ്ട്, നമുക്ക് 2 കൈ ഉണ്ടല്ലോ അതുപോലെ. അപ്പോൾ അങ്ങനെയാണ്.
അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത്രയും കാര്യത്തിനൊരു ക്ലാരിറ്റി വന്നില്ലേ. ആൻഡ് ഇനി അടുത്തൊരു കാര്യം പറയാം. ജർമ്മനി സ്റ്റിൽ നല്ലൊരു ഓപ്ഷൻ ആണോ എന്ന് ചോദിക്കുന്നവരടുത്ത് ഞാൻ 2 കമൻറ്റൊക്കെ കണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു അറിവിൽ അതേന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് എന്തുകൊണ്ടും ഇവിടെ നല്ലൊരു ലിവിങ് കൊണ്ടുപോകാം. നമ്മുടെ ജീവിതം കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും ഇവിടെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ, നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവർക്കും നല്ല ജീവിതമാണെന്നില്ല. ചിലർക്ക് മോശം ജീവിതമായിരിക്കാം. എൻ്റെ പൊന്നു കിളി, ചിലർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ജീവിതം പലർക്കും പല രീതിയിലാണ്. എനിക്ക് കുറച്ചുകൂടി ഇവിടെ ഹാപ്പിയാണ്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് നാട്ടിൽ ഇത്ര ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനിവിടെ പണിയാൻ പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടക്കാൻ പറ്റുന്നു, ഇഷ്യൂസൊന്നുമില്ല. അപ്പം ഞാൻ നാട്ടിലാണെങ്കിൽ ഞാൻ എന്ത് പണിക്ക് പോകും എനിക്കറിയത്തില്ല. എന്ത് പണിക്കാൻ ഞാൻ പോവുക, പെയിൻ്റ് അടിക്കാൻ പോകണം, എനിക്കറിയത്തില്ല ഞാൻ എന്ത് പണിക്ക് നാട്ടിൽ ഞാൻ പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കത് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം മിനി ജോബ്സ് ആണെങ്കിലും കടയിൽ കിട്ടുന്നത് ഇതാണ്. ഞാൻ നാട്ടിൽ തൊടുപുഴയെന്നാണ് വരുന്നത്. ഞാൻ അവിടെ ആരെയും കണ്ടിട്ടില്ല ഇങ്ങനെ പോയി പണിയെടുത്ത് മാസം ഇത്ര രൂപ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ മിനി ജോബിന് ഒരാഴ്ചയിൽ 10 മണിക്കൂർ പണിയെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറഞ്ഞത് 50,000 രൂപ കിട്ടും. അപ്പോൾ ആ ഒരു സൈഡിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കറിയത്തില്ല നാട്ടിൽ അങ്ങനെ നമുക്ക് അത്ര എമൗണ്ട് കിട്ടുന്ന ഒരു ജോലി ഏതാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പോയിട്ടില്ല ഒരു മിനി ജോബിന്, ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം നാട്ടിൽ പിള്ളേരുണ്ട് കേട്ടോ, പണിയാൻ പോകുന്നവരൊക്കെ ഉണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു ബെറ്റർ ലിവിങ് നമുക്ക് നയിക്കാനും പറ്റും. അത് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പേഴ്സണലി പറയുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പിന്നെ ഇനി ഉള്ള എല്ലാവരുടെയും സംശയമാണ്, എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അവരുടെ പൈസ പോയി, അങ്ങനെ കുറേ ഇഷ്യൂസ് പറയുന്നവരുണ്ട്. ലൈക്ക് വീട്ടിൽ ഓക്കെ അല്ല, നാട്ടുകാർ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അവിടെ പോയാൽ പൈസ കിട്ടില്ല, വെറുതെ പോകുന്നതായി പോവും, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ളൊരിത്. സത്യത്തിൽ നാട്ടുകാർക്ക് എന്തും പറയാം, അതന്നും ഇന്നും ഒരു ചേഞ്ചസും വന്നിട്ടില്ല. കാരണം എനിക്ക് എന്താ പറയുക, എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് ആൾക്കാർ എപ്പോഴും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വാപ്പിച്ചി പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, എന്താ ആരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അടുത്ത് പറഞ്ഞേ, ഇവിടെ നമുക്ക് ശമ്പളം കിട്ടില്ല എന്ന്, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടത്തില്ല, അതുപോലെ തന്നെ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആൾക്കാർക്ക് പിന്നെ പ്രാന്താണല്ലോ. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്, 2.5 കൊല്ലമായിട്ട് എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പഠിച്ചിറങ്ങി ഇഷ്ടം പോലെ ഇവിടെ ജോലി ഓഫറുണ്ട്. അപ്പോൾ എനിക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് ജോലിക്ക് കയറാം. അതായത് അവിടെ നമുക്ക് ഫിക്സഡ് കോൺട്രാക്റ്റിൽ അവർ നമുക്ക് ജോലി തരും, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ആവശ്യമാണ്, ആളില്ല ഇവിടെ വർക്ക് ചെയ്യാൻ, അതുകൊണ്ട് നമുക്കിവിടെ ജോലി കിട്ടും, ഒന്നും പ്രശ്നമുള്ള കേസല്ല. അങ്ങനെയുള്ള കുറേ കേസസ് ഉണ്ട്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് മേ ബി പേടിയായിരിക്കും ഇങ്ങോട്ടേക്ക് വിട്ട് കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. പിന്നെ വേറൊരു കൂട്ടം പേരൻസ് ഉണ്ട്, അതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട, കാരണം മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ലൈക്ക് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഹൗസ് ബിൽഡിംഗ് ആണ്, പൈസ കൊടുക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടി വരാനായിട്ട് പറ്റുമെന്നുള്ള രീതിയിൽ പിള്ളേരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കും. എല്ലാ പിള്ളേർക്കും ഒറ്റയടിക്ക് പാസ്സാവണം എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ. അപ്പോൾ പിള്ളേർ പാസ്സായില്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പിള്ളേരുടെ നേരെ ഉൾട്ടയായിട്ട് തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ പാസ്സാവാത്തതുകൊണ്ടല്ലേ ഞങ്ങളുടെ പൈസ കൊണ്ടേ കളഞ്ഞു, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അവർക്ക് ജർമ്മനിക്ക് വരാമെന്നുള്ള അല്ല മോട്ടീവ്, ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും കുറച്ച് എമൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ജർമ്മനി എന്നുള്ളൊരു ലക്ഷ്യം ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എത്ര വില കൊടുത്തിട്ടാണല്ലോ നേടിയിരിക്കണം, അങ്ങനെ ആയിരിക്കണം നമ്മൾ ലൈഫിൽ. അതിപ്പോൾ എത്ര കാര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം, കൈയൊടിഞ്ഞാലും ഇരുന്ന് പഠിക്കണം, കാലൊടിഞ്ഞാലും ഇരുന്ന് പഠിക്കണം, അതിനല്ലേ വേണ്ടോ. അല്ലാണ്ട് എൻ്റെ കൈയൊടിഞ്ഞ എൻ്റെ കാലൊടിഞ്ഞ് എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ നാളെ നല്ല സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പഠിത്തം നിർത്താൻ എൻ്റെ വീട്ടുകാർ നോക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പേരൻസും ഉണ്ട് കേട്ടോ. സ്റ്റുഡൻസിന് മേ ബി താല്പര്യം ഉണ്ടാവും, പേരൻസിൻ്റെ ഒരു ഇതുകൊണ്ട് ഇതാവുന്ന സ്റ്റുഡൻസും ഉണ്ട്, അതുപോലെ നേരെ തിരിച്ചുമുണ്ട്, സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂ കൊണ്ട് ഇതായി പോകുന്ന പേരൻസും ഉണ്ട് കേട്ടോ. അപ്പം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും എൻ്റെ ഒരു സൈഡിൽ നിന്ന് ജർമ്മനി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പോയി ജോയിൻ ചെയ്തേക്കുക, വേറൊന്നും നോക്കണ്ട. നമുക്ക് പൈസയാവും, എല്ലാത്തിനും നമുക്ക് പൈസയാവും. കാരണം
ലോകം അങ്ങനെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ സാധനത്തിന് എമൗണ്ട് കൂടി വരുവാണ്. അത് നമുക്ക് പിടിച്ചു നിർത്താനോ മാറ്റി നിർത്താനോ ആയിട്ടൊന്നും പറ്റില്ല. കേസ് വീട്ടിൽ എമൗണ്ട് ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ജോലികൾ കിട്ടാനുണ്ട്. അപ്പോൾ ജോലിക്കാണെങ്കിലും പോയി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സാധിച്ചെടുക്കാൻ നോക്കുക. എത്ര ടൈം എടുത്താലും എത്ര ഇയേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം നല്ലൊരു ഓപ്ഷനാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നിൽക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്കൊരു ടൈം പീരീഡ് സെറ്റ് ചെയ്യുക. ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ വരാൻ വേണ്ടി നോക്കുക. അതല്ലാണ്ട് എനിക്ക് 1 വർഷം കൊണ്ട് കിട്ടിയില്ലേ എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കാരണം അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ. എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല. പലർക്കും ഭാഗ്യക്കേട് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. കാരണം എനിക്ക് മനസ്സിലാവും തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഒരെണ്ണം കണ്ടുള്ളൂ. അപ്പോൾ എനിക്കത് പറയാനിപ്പോൾ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് ഉദാഹരണമായിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ അത് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് തന്നെ അയ്യോ എന്നുള്ളൊരു ഇത് തോന്നുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവുന്നുണ്ട്. പല പിള്ളേർക്കും വിസ റിജക്റ്റ് ആവുന്നുണ്ട്. ലൈക്ക് മൈന്യൂട്ട് കാര്യങ്ങൾ കൊണ്ട് വിസ റിജക്റ്റ് ആയിട്ട് അത് നമുക്ക് ഡേറ്റ് കിട്ടാണ്ട് വരുന്നു. അങ്ങനെ കുറേ കേസസ് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലൈക്ക് ഭാഗ്യക്കേടെന്നുള്ളൊരു ഇതിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കും ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എനിക്ക് ഇത്ര നല്ലതായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതിലും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം. അല്ലെങ്കിൽ പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ മെസ്സേജ് അയക്കുക. ഇപ്പം കുറച്ച് എനിക്ക് തിരക്കാണ്, എക്സാംസും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ കുറേ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. അതൊക്കെ അടിയിൽ പോയി കിടക്കും, പിന്നെ ഞാൻ കാണൂല. അപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നോടെ ഒന്ന് മെസ്സേജ് അയക്കട്ടോ. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ എനിവേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കുക. ആൻഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ബൈ ബൈ.